എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സ്ഥലത്തിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്നൊരു ക്ഷേത്ര ദർശനമായാലോ? കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിൽ വളരെ പ്രശസ്തമായൊരു ക്ഷേത്രമാണ് ഇടപ്പള്ളി കൊട്ടാരം ഗണപതി ക്ഷേത്രം. ഇടപ്പള്ളി രാജകുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമാണിത്. പഴയ 12 കെട്ടായിരുന്ന കൊട്ടാരം ഇപ്പോൾ 8 കെട്ടായി മാറുകയും അതിൽ തെക്കിനിയിലെ പ്രധാന 4 കെട്ടിൻ്റെ നടുമുറ്റത്ത് പടിഞ്ഞാറോട്ട് ദർശനവുമായാണ് ക്ഷേത്രം. 16 കൈകളുള്ള പത്നി സമേതനായ ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. വിഗ്രഹപ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രമാണിത്. പകരം പഞ്ചലോഹ പ്രതിമയിലാണ് പൂജകളെല്ലാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഉത്സവ ആഘോഷങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഗണപതി ഭഗവാൻ കൊട്ടാരത്തിൻ്റെ പരദേവതയായി മാറിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് വൈശ്രണവൻ്റെ കൊട്ടാരത്തിൽ നിന്നും അവിടുത്തെ മുഴുവൻ ഭക്ഷണവും കഴിച്ചിട്ടും വിശപ്പടങ്ങാതെ കോപിഷ്ഠനായ ഗണപതി ഭഗവാന് കൊട്ടാരത്തിലെ അന്നത്തെ കാരണവർ ഒരു പഴം ജപിച്ചു കൊടുത്തു. ഇത് കഴിച്ച് വിശപ്പടങ്ങിയ ഗണപതി ഭഗവാൻ സന്തുഷ്ടനായി അദ്ദേഹത്തോട് പറഞ്ഞു, താൻ ഇനി എന്നും ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന്. അങ്ങനെയാണ് ഗണപതി ഭഗവാൻ കോവിലകത്തിൻ്റെ പരദേവതയായത്. നേരത്തെ ഭദ്രകാളിയാണ് കോവിലകത്തിൻ്റെ പരദേവതയായിരുന്നതെന്നും ഇന്നും ഭദ്രകാളി സാന്നിധ്യം ക്ഷേത്രത്തിനുള്ളിലുണ്ടെന്നും പ്രശ്നവിധികളിൽ അത് കാണാറുണ്ടെന്നും പറയപ്പെടുന്നു. ഗണപതി ഭഗവാൻ പത്നി സമേതനായ ഭാവത്തിൽ കുടികൊള്ളുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൂജയും സമർപ്പണങ്ങളും എല്ലാം ഇരട്ട സംഖ്യയിലാണ്. എന്ന് വച്ചാൽ ഗണപതി ഹോമത്തിന് ഇരട്ട സംഖ്യ നാളികേരം, പ്രദക്ഷിണം വയ്ക്കേണ്ടതും ഇരട്ട സംഖ്യ തന്നെയാണ്. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും 3 പൂജകളാണുള്ളത്. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജയുമുണ്ട്. രാവിലെ 5:30 മുതൽ 8:30 വരെയാണ് പൊതുജനങ്ങൾക്കുള്ള ദർശന സമയം. രാവിലെ 9 മണിക്ക് അടയ്ക്കുന്ന നട വൈകുന്നേരം 5:30 തുറക്കും. കൂട്ടപ്പവും അഷ്ടദ്രവ്യ ഗണപതി ഹോമവും കളഭച്ചാർത്തും ഉദയാസ്തമന പൂജയുമാണ് പ്രധാന വഴിപാടുകൾ. ഇലങ്ങല്ലൂർ സ്വരൂപം മഹാഗണപതി ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇടപ്പള്ളി മഹാഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തെക്ക് പത്തനംതിട്ട മുതൽ വടക്ക് കൊപ്പം വരെയുള്ള പ്രദേശങ്ങളിലായി 72 ക്ഷേത്രങ്ങൾ ഈ ട്രസ്റ്റിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ ക്ഷേത്രം ഒഴികെ ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും NSS പോലുള്ള സംഘടനകൾക്ക് നടത്തിപ്പിലേക്കായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇടപ്പള്ളി മഹാഗണപതി ക്ഷേത്രത്തെക്കുറിച്ചും ഇടപ്പള്ളി കൊട്ടാരത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ ഇടപ്പള്ളി എന്ന പേരിനെക്കുറിച്ചുകൂടി പറയേണ്ടതുണ്ട്. വളരെ പ്രശസ്തമായൊരു ക്രൈസ്തവ ദേവാലയം ഉള്ളതുകൊണ്ടാണ് ഇടപ്പള്ളി എന്ന പേര് വന്നതെന്നാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തൃക്കാക്കരയും സമീപ പ്രദേശങ്ങളും ജൈന ബുദ്ധ മതങ്ങളുടെ കേന്ദ്രമായിരുന്നു. അവരുടെ ആരാധനാലയങ്ങൾ പള്ളികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഈ പ്രദേശങ്ങളിൽ ആര്യമേധാവിത്വം കാലുറപ്പിച്ചതോടെ ഒരു വിഭാഗം ബുദ്ധമത വിശ്വാസികൾ ഈ ഭാഗത്തേക്ക് പലായനം ചെയ്യുകയും അവരുടെ ആരാധനാലയമായ പള്ളി ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ തൃക്കാക്കരയിലെ മാതൃപള്ളിയിൽ നിന്നും വേറിട്ട് ഇടയിൽ സ്ഥാപിച്ച പള്ളി ആയതുകൊണ്ടാണ് ഇടപ്പള്ളി എന്ന പേര് വന്നതെന്ന് ചരിത്രരേഖകൾ പറയുന്നു. കേരളത്തിലെ പല സ്ഥലങ്ങളും ഇന്നും പള്ളികൾ എന്ന പേരോടുകൂടി അറിയപ്പെടുന്നു. പള്ളിക്കര, കരുനാഗപ്പള്ളി, കാഞ്ഞിരപ്പള്ളി എന്നിവ അവയിൽ ചിലതാണ്. ബുദ്ധ ജൈന മതങ്ങളുടെ തിരുശേഷിപ്പുകളായി ഈ സ്ഥലനാമങ്ങൾ ഇന്നും നിലകൊള്ളുന്നു. NH-47 വളരെ അടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റോപ്പ് ഇടപ്പള്ളി പള്ളി സ്റ്റോപ്പാണ്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എറണാകുളം നോർത്തും എറണാകുളം ജംഗ്ഷനുമാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. കാര്യസാധ്യത്തിനും തടസ്സങ്ങൾ മാറുന്നതിനും ധാരാളം ആളുകൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ ദർശിക്കുകയും നാളികേരമുടയ്ക്കുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നു. ഇടപ്പള്ളി മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.